ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ 13ാമത്തെ ചാപ്റ്ററായിട്ടുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ +1 പ്രോബബിലിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ പോലത്തെ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിനകത്തുള്ള മെത്തേഡ്സൊക്കെ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ്. റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ അതേ കേസ് തന്നെയാണ്. അതുപോലെ തന്നെ സാമ്പിൾ സ്പേസ്, പിന്നെ ഇവൻറ്റ്സ് ഒക്കെ അറിയുന്ന എല്ലാ കേസും സെയിം പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഇവൻറ്റ് ഒക്കെ അറിയാൻ സാമ്പിൾ സ്പേസ് എങ്ങനെയായാലും ഉണ്ടാവും. ഒരു ഇവൻറ്റ് ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി നമുക്കവിടെ നമ്പർ ഓഫ് ദി എലമെൻറ്റ്സ് അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ ദി ഇവൻറ്റ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ അല്ലെങ്കിൽ സാമ്പിൾ പോയിൻറ്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. അതാണ് പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഇവിടെ വരുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ വെൻ ആൻ ഇവൻറ്റ് ഒക്കേർഡ് ആൻഡ് ദെൻ ദി ഒക്കറൻസ് ഓർ ചാൻസ് ഓഫ് ഒക്കറൻസ് ഓഫ് അനദർ ഇവൻറ്റ്. അപ്പോൾ അതായത് ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനുശേഷം വേറൊരു ഇവൻറ്റ് ഒക്കെ അറിയാനുള്ള ചാൻസ് എന്തോരാണെന്ന്. അതായത് ഇപ്പോൾ നമ്മൾ ഹെഡ്, ഇപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് 3 കോയിൻ ടോസ് ചെയ്തു. അതിനകത്ത് 2 ഹെഡൊക്കെ എറിയുന്ന ഒരു ഇവൻ്റ് എടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് കോയിൻ ടെയിലൊക്കെ എറിയുന്ന ഇവൻറ്റ്സും എടുത്തു. എന്നിട്ട് അപ്പോൾ അതിനകത്ത് വരുന്ന ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇ എന്ന് പറയുന്നത്, അതായത് 2 ഹെഡ് അപ്പിയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സാമ്പിൾ സ്പേസിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 ഹെഡ് വരുന്നതും 2 ഹെഡും ഒരു ടെയിലും, ടെയിൽ ഹെഡ് വരുന്നതും ടെയിൽ ഹെഡ് വരുന്നതും എടുത്തിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം ഉണ്ട്. അതിൻ്റെ പ്രോബബിലിറ്റി 1/2 ആണ്. F അടുത്തൊരു ഇവൻറ്റ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് കോയിൻ ടെയിൽ ഷോ ചെയ്യണം. അപ്പോൾ അതിനകത്ത് വരുന്നത് ടെയിൽ ഹെഡും ടെയിലും അതുപോലെ തന്നെ ടെയിൽ ഹെഡും 3 ടെയിലും വരുന്ന ഒരു ഇവൻറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തതിന് ശേഷം മറ്റൊരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇവൻറ്റിൽ മറ്റൊരു ഇവൻറ്റ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി. ഇനി അപ്പോൾ അതിൻ്റെ ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ the element of f which favor the event of e are common elements of the e and f in the sample points of e intersection f. അപ്പോൾ ഇപ്പോൾ 2 ഇവൻറ്റ്സ് അപ്പോൾ അതായത് ഈ എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്ന അനദർ ഇവൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഇൻ്റർസെക്ഷനിലുള്ള സാമ്പിൾ പോയിൻറ്റ്സ് ആണ് ഈ ഒരു ഇവൻറ്റ് ഒക്കെ അറിയാനുള്ള ഫേവറബിൾ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ ഫേവറബിൾ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ദിസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ഈസ് കോൾഡ് ദ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഓൾറെഡി ഒക്കേർഡ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഓഫ് ഇ ഗിവൺ എഫ്. ദറ്റ് ഈസ് അതായത് ഇപ്പോൾ എഫ് ഒക്കെ അറിയുമ്പോൾ ഈ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ എഫിലുള്ള അത്രയും സാമ്പിൾ പോയിൻറ്റ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എഫ് ആണ്. അതായത് എഫ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എഫ് ഒക്കെ അറിയുമ്പോൾ ഈ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ എൻ ഓഫ് എഫ് ആണ്. അതിനെയാണ് നമുക്ക് പി ഓഫ്, അതായത് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് വിളിക്കുന്നത്. പിന്നെ 2-3 പ്രോപ്പർട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ലെറ്റ് ഇ ആൻഡ് എഫ് വി ഇവൻറ്റ്സ് ഓഫ് എ സാമ്പിൾ സ്പേസ് എസ് ഓഫ് എൻ എക്സ്പെരിമെൻറ്റ് ദെൻ വി ഹാവ് പറയുന്നത് എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസിൻ്റെ 2 ഇവൻറ്റ്സ് ആണ് ഇയും എഫും. ദെൻ പി ഓഫ് എസ് ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു പി ഓഫ് എഫ് ഗിവൺ എഫ് ഇസ് ഈക്വൽ ടു 1. അതായത് എഫ് ഒക്കെ അറിയുമ്പോൾ എഫ് ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി, അതായത് ഒരേ ഇവൻറ്റിൽ സെയിം ഇവൻറ്റ്
അതായത് ഒരു ഇവൻ്റ് ഒക്കെ ഒരു ഇവൻ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ ഇവൻറ്റ് അതിൽ തന്നെ ആ ഇവൻറ്റ് ഗെയിൻ ഒക്കെ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് അവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ആ ഒരു സെയിം സെറ്റ് തന്നെയായിരിക്കും, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ആ ഒരു തന്നിട്ടുള്ള സെറ്റ് തന്നെ. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്രോബബിലിറ്റി 1 ആണ്. അതുപോലെ തന്നെ ഇനി ഒരു ഇവൻ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ അതൊക്കെ അറിയുമ്പോൾ സാമ്പിൾ സ്പേസ് ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? സാമ്പിൾ സ്പേസിൻ്റെയും എന്താ പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൻ്റെയും ഇൻ്റർസെക്ഷനിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും ഡിവൈഡ് ബൈ ആ ഒരു ഇവൻറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതിൻ്റെയും പ്രോബബിലിറ്റി എന്താണ്? മീൻസ് അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത് എന്താണ്? 1 തന്നെയാണ്. അടുത്തത് എന്താണ്? if A and B are any two events of a sample spaces F, and F is an event of S such that P of F not equal to 0, then P of A union B given F is equal to P of A given F plus P of B given F minus P of A intersection B given F ആണ്. അപ്പോൾ നമ്മുടെ സെറ്റിലുള്ള അതേ പ്രോപ്പർട്ടി തന്നെയാണ്. അടുത്തൊരു പ്രോപ്പർട്ടി വരുന്നത് പി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഗിവൺ എഫ് ഈസ് ഇക്വൽ ടു 1 മൈനസ് പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. ഇത്രയും പ്രോപ്പർട്ടീസ്, ആ ഒരു 3 പ്രോപ്പർട്ടീസേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും. അടുത്ത് വരുന്നത് എന്താണ്? ഗിവൺ ദാറ്റ് ഇ ആൻഡ് എഫ് ആർ ഈവൻ സച്ച് ദാറ്റ് പി ഓഫ് ഇ ഈസ് ഈക്വൽ ടു 0.6 ആൻഡ് പി ഓഫ് എഫ് ഈസ് ഈക്വൽ ടു 0.3 ആൻഡ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു 0.2. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആൻഡ് പി ഓഫ് എഫ് ഗിവൺ ഇ. എന്താ പറയുന്നത് ഇവിടെ? ഇ എന്ന് പറയുന്നൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്, അതായത് എഫ് ഒക്കെ അറിയുമ്പോൾ ഇ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി, അതേപോലെ തന്നെ ഈ ഇവൻറ്റ് ഇ ഒക്കെ അറിയുമ്പോൾ എഫ് ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റിയും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ്? പി ഓഫ് എ എന്ന് പറയുന്നത് 0.6 ആണ്, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.3 ആണ്, പി ഓഫ് എന്താണ് എഫ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 0.2 ആണ്. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് പി ഓഫ് ഇ ഗിവൺ എഫ്, അതായത് എഫ് ഒക്കെ അറിയുമ്പോൾ ഇ ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല വരുന്നത്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡ് ബൈ പി ഓഫ് എഫ് എന്നാണ്. അപ്പോൾ എന്താ പറയുന്നത്? ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എസ് ഡിവൈഡ് ബൈ പി ഓഫ് എഫ് ബൈ പി ഓഫ് എസ് എന്നാണ്. അപ്പോൾ ഇതാണ് എന്ത്? സോറി, എൻ ഓഫ് ആണ്, പി ഓഫ് അല്ല. അതായത് എന്താ പറയുന്നത്? ഇപ്പോൾ ഇതിൻ്റെ എന്താ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ എൻ ഓഫ് എഫ് എന്ന് എഴുതാം. അപ്പോൾ നമുക്കെന്താണ് ഇവിടെ അവർ പ്രോബബിലിറ്റി നേരെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കെന്താണ് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെ എന്താണ്? പി ഓഫ് എന്താ പറയുന്നത്? ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് 0.2 ആണ്, ദെൻ ഡിവൈഡ് ബൈ പി ഓഫ് എഫ് എന്ന് പറയുന്നത് 0.3 എന്നാണ്. അപ്പോൾ എന്താണ്? 2/3 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്താണ്? സിമ്പിളായിട്ടാണ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ? എഫ് ഗിവൺ ഇ ചോദിച്ചിട്ടുണ്ട്. എഫ് ഗിവൺ ഇ എന്നാകുമ്പോൾ എന്താണ്? ഇതിനകത്ത് നമുക്ക് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ അങ്ങനെ തന്നെ എഴുതാം, അല്ലെങ്കിൽ അതിന് എഫ് ഇൻ്റർസെക്ഷൻ ഇ എന്ന് എഴുതിയാൽ മതി, ഡിവൈഡ് ബൈ പി ഓഫ് ഇ. അതായത് ഇ ഒക്കെ അറിയുമ്പോൾ എഫ് ഒക്കെ അറിയാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് 0.2 തന്നെയാണ്. നമുക്ക് ഇതിനെ ഇ എന്നും ഇതിനെ എഫ് എന്നുമാണ് തന്നിട്ടുള്ളത്. ഞാൻ എഴുതപ്പോൾ അങ്ങനെ പി ഓഫ് എയും പി ഓഫ് ബി എടുത്ത് എഴുതിയതാണ്. അപ്പോൾ 0.2 ബൈ 0.6 ആണ്. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? ഇതിൻ്റെ പ്രോബബിലിറ്റി 1/3 ആണ് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തെന്താണ്? കമ്പ്യൂട്ട് പി ഓഫ് എ ഗിവൺ
P of A given B if P of B is equal to 0.5 and P of A intersection B is equal to 0.32. എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ബി ഓഫ് എ ഗിവൺ ബിയുടെ പ്രോബബിലിറ്റി കാണണം. അതിന് അവർ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് എന്താണ്, അത് നമുക്കറിയില്ല. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ് എന്ത് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ അതിൽ തന്നിട്ടുള്ള ഏതൊക്കെയാണ്? പി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.32 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് 32/5 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. 32/5 അല്ല 50. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് പി ഓഫ് എ ഈക്വൽ ടു 0.8 പി ഓഫ് ബി ഈക്വൽ ടു 0.5 പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു 0.4 തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഗിവൺ ബി, പി ഓഫ് എ യൂണിയൻ ബി. ഇത്രയും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് പി ഓഫ് എ തന്നിട്ടുണ്ട്. എത്രയാണ് അത്? 0.8 എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തെന്താണ് പി ഓഫ് ബി ഈസ് ഇക്വൽ ടു, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലെ തന്നെ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? 0.32 എന്നാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള എന്തൊക്കെയാണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് എന്താണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമുക്കറിയില്ല. നമുക്ക് ഇവിടെ എന്തൊക്കെ തന്നിട്ടുള്ളത്? പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. നമുക്ക് പി ഓഫ് ബി ഗിവൺ എ തന്നിട്ടുണ്ട്. പി ഓഫ് എയും പി ഓഫ് ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എന്താണ് പി ഓഫ് ബി ഗിവൺ എയുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് എഴുതാം നമുക്ക്. സോറി, പി ഓഫ് ബി അല്ല, പി ഓഫ് എ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ അറിയാം. അതായത് മീൻസ് ബി ഇൻ്റർസെക്ഷൻ്റെ പ്രോബബിലിറ്റി നമുക്ക് അറിയില്ല. അതായത് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നെയാണ്. പക്ഷേ നമുക്ക് എന്തറിയാം? ബി ഗിവൺ എ അറിയാം, അതുപോലെ തന്നെ പി ഓഫ് എയും അറിയാം. സോ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഗിവൺ എ എന്ന് എഴുതാം. അപ്പോൾ എന്താണ് പി ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? 0.8 ആണ്. അടുത്തത് ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ്? 0.32 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 8/10 ഇൻറ്റു 32/100 എന്ന് എഴുതാം. സോറി, ഇത് കാണാതെ പോയതാണ്. അതായത് ഈ പി ഓഫ് എ ബി ഗിവൺ എന്ന് പറയുന്നത് 0.4 ആണ്. അപ്പോൾ എന്താണ് 0.8 ഇൻറ്റു 8 ഇൻറ്റു 0.4 ആണ് വരുന്നത്. അപ്പോൾ എത്ര വരും? 0.32 എന്നാണ് വരുന്നത് പ്രോബബിലിറ്റി. അല്ലെങ്കിൽ പി ഓഫ് എ ബി ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള എന്താണ്? പി ഓഫ് എ ഗിവൺ ബി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പി ഓഫ് എ ഗിവൺ ബി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് വരിക? പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് വരും. അപ്പോൾ എന്ത് വരും? 0.32 ഡിവൈഡഡ് ബൈ എന്താണ് 0.5 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ എന്ത് വരും? പി ഓഫ് ബി വരും. അപ്പോൾ 0.32 ഡിവൈഡഡ് ബൈ 0.5 എന്നാണ് വരുന്ന പ്രോബബിലിറ്റി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പി ഓഫ് എ യൂണിയൻ ബി ചോദിച്ചിട്ടുണ്ട്. പി ഓഫ് എ യൂണിയൻ ബി ചോദിച്ചിട്ടുണ്ട്. ഇസിക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതാം. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എ എന്ന് പറയുന്നത് 0.8 ആണ്, പ്ലസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 0.5 ആണ്, മൈനസ് പി ഓഫ് എത്രയാണ്
എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ് 0.32. അപ്പോൾ ഇവിടെ ഇത് എത്ര വരുന്നത് 1.3 വരും. -0.32 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനൊന്ന് കണ്ടിട്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 130 - 32. അപ്പോൾ എന്താ വരുന്നത് 98 എന്ന് വരും. 98/100 ആണ് വരുന്നത്. അപ്പോൾ എന്താണ് 0.98 ആണ് എന്ത് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Evaluate P of A union B if 2PA is equal to P of B is equal to 5/13 and P of A given B equal to 2/5. ചോദിച്ചിട്ടുള്ള എന്താണ് P of A union B ചോദിച്ചിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള എന്തൊക്കെയാണ് റിലേഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. P of B തന്നിട്ടുണ്ട് 5/13 എന്നും P of A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 into P of അതായത് 2 into P of A ആണ് P of B എന്നും തന്നിട്ടുണ്ട്. പിന്നെ P of A given B യും തന്നിട്ടുണ്ട്. ചെയ്ത് നോക്കാം എന്തായിരിക്കും ആൻസർ എന്ന്. സിമ്പിളായിട്ടുള്ള ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ വരുന്നത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത് 2P of A is equal to P of B is equal to 5/13. അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം P of A is equal to 1/2 into 5/13. അപ്പോൾ എന്ത് വരും 5/26 എന്ന് എഴുതാം. അപ്പോൾ P of A എന്തെന്ന് കിട്ടും P of A എന്ന് പറയുന്നത് എന്താണ് 5/26 എന്ന് കിട്ടും. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നിട്ടുള്ള എന്തൊക്കെയാണ് P of A given B തന്നിട്ടുണ്ട്. A given B തന്നിട്ടുണ്ട്. ഇനി എന്താ അറിയേണ്ടത് നമുക്ക് P of A യൂണിയൻ B ആണ് അറിയേണ്ടത്. അപ്പോൾ P of A given B is equal to നമുക്ക് എങ്ങനെ എഴുതാം P of A intersection B divided by P of B എന്ന് എഴുതാം. സോ നമുക്ക് ഇതിനകത്ത് P of B എത്രയാണ് 5/13 എന്ന് അറിയാം. പിന്നെ P of A given B തന്നിട്ടുള്ള എത്രയാണ് 2/5 എന്നാണ്. സോ ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും P of A intersection B കിട്ടും. ചെയ്ത് നോക്കാം. P of A intersection B എന്ന് പറയുന്നത് എന്താണ് 2/5 into എന്താണ് 5/13 എന്നാണ്. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2/13 എന്ന് വരും. ഇനി നമ്മളവിടെ ചോദിച്ചിട്ടുള്ള എന്തിട്ടാണ് P of A യൂണിയൻ B ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ P of A യൂണിയൻ B കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇൻ്റർസെക്ഷൻ 2/13 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കെന്ത് കാണണം P of A യൂണിയൻ B കാണണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ എന്താണ് P of A യൂണിയൻ B is equal to P of A plus P of B minus P of A intersection B. എന്ത് ചെയ്യണം ഇനി ഇവിടെ P of Aയും P of Bയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. P of A എന്ന് പറഞ്ഞാൽ 5/26ഉം P of B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/13ഉമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഇതിനെ ഡിനോമിനേറ്ററും സെയിം ആക്കാം. അപ്പോൾ 10/26 എന്നും ഇവിടെ എന്ത് വരും ഇവിടെ 4/26 എന്നും എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ 10 + 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 -4 ഡിവൈഡ് ബൈ 26 എന്ന് പറഞ്ഞാൽ 11/26 എന്ന് എഴുതാം. ഇതാണ് എന്ത് P of A യൂണിയൻ B എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതെന്താണ് അഞ്ചാമത്തെ ചോദ്യം. P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്, P of A യൂണിയൻ B തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻ്റർസെക്ഷൻ കാണണം, A given B കാണണം, B given A കാണണം. ചെയ്ത് നോക്കാം. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. P of A എന്ന് പറയുന്നത് 6/11 ആണ്. P of B എന്ന് പറയുന്നത് 5/11 ആണ്. ദെൻ P of A യൂണിയൻ B എന്ന് പറയുന്നത് 7/11 ആണ്. അടുത്ത എന്താണ് നമുക്ക് P of A ഇൻ്റർസെക്ഷൻ B ആണ് കാണേണ്ടത്. P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of A പ്ലസ് P of B മൈനസ് P of A യൂണിയൻ B ആണ്. ഇതാണ് 6 + 5/11 - 7/11. 1 - 7/11 എന്നാണ് വരുന്നത്. ഈസ് ഈക്വൽ ടു 4/11 ആണ്. P of A ഇൻ്റർസെക്ഷൻ B 4/11 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് അത് അവിടെ എഴുതി വെക്കാം. ഇതാണ് 4/11. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് P of A given B ആണ്. P of A given B എന്ന് പറയുന്നത് എന്താണ്
പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 4/11 ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5/11 ആണ്. 11 ക്യാൻസൽ ചെയ്താൽ 4/5 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പി ഓഫ് ബി ഗിവൺ എ ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും 7/11 അല്ല, എത്രയാണ് 4/11 ഡിവൈഡ് ബൈ പി ഓഫ് എ എന്ന് പറയുമ്പോൾ 6/11. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും 4/6 എന്ന് കിട്ടും. അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം 2/3 എന്ന് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് പി ഓഫ് ഇ ഗിവൺ എഫ് ഇൻ എക്സസൈസ് 6 to 9 ഡിറ്റർമൈൻ പി ഓഫ് ഇ ഗിവൺ എഫ്. അപ്പോൾ എന്താ പറയുന്നത്, ഇതിനകത്ത് കോയിൻ ടോസ് ചെയ്യുന്ന എന്താ പറയുന്നത് സാമ്പിൾ സ്പേസ് ആയിട്ട് കോയിൻ ടോസ് ചെയ്യുന്നതാണ് 3 times. അതിനകത്ത് ഓരോ ഇവൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഇതെന്താണ് സെയിം സാമ്പിൾ സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നാമത്തെ ചോദ്യത്തിന് വരുന്നത് ഇ എന്ന് പറയുന്ന ഇവൻറ്റ് ഹെഡ് ഓൺ തേർഡ് ടോസ് ആണ്. പിന്നെ എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ് ആണ്. കാണേണ്ടത് എന്താണ് പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. പി ഓഫ് ഇ ഗിവൺ എഫ് കാണണം. നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് എച്ച് എന്ന് വരും. ദെൻ ടി എന്ന് വരും. അടുത്തത് ടി എച്ച് എന്ന് വരും. അടുത്തത് HHT എന്ന് വരും. അത് THH എന്ന് വരും. ഇവിടെ എന്ത് വരും HTT എന്ന് വരും. അടുത്തത് THT എന്ന് വരും. അതേപോലെ തന്നെ HTH എന്ന് വരും. ഇനി ചോദിച്ചിട്ടുള്ളത് ഇ എന്ന് പറയുന്നത് എന്താണ് ഹെഡ് ഓൺ തേർഡ് ടോസ് ആണ്. അപ്പോൾ മൂന്നാമത്തെ ടോസിൽ ഹെഡ് ഉള്ളത് ഏതൊക്കെയാണ്, ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്. എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം ഉണ്ട്. അപ്പോൾ എച്ച് എന്ന് പറയുന്ന ആ ഒരു സാമ്പിൾ പോയിന്റ് വരും. അതുപോലെ തന്നെ TH എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റ് വരും. അതുപോലെ തന്നെ HTH എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റ് വരും. അതേപോലെ തന്നെ എന്ത് വരും THH വരും. ഇതാണ് എന്ത് ഇ എന്ന് പറയുന്ന സാമ്പിൾ പോയിന്റ് വരുന്നത്. അടുത്ത എഫ് എന്ന് പറയുന്ന സാമ്പിൾ എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് എന്താണ് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ആദ്യത്തെ 2 ടോസിലും ഹെഡ് വേണം. അപ്പോൾ ഇത് വരും. ഏതെങ്കിലും വരുമോ? ഇതിനകത്ത് 2 ഹെഡ് ആദ്യമുണ്ട്. ഇവിടെ 2 ടൈലാണ്. ഇവിടെ ഒരു ടൈലേ ഉള്ളൂ. ഇവിടെ ഒരു ടൈലാണ്. ഇവിടെ 2 ടൈലാണ്. ഇവിടെ 2 ഹെഡാണ്. ഇവിടെ ഒരു ഹെഡാണ്. ഇവിടെ ഒരു ഹെഡേ ഉള്ളൂ. ഇതിനകത്ത് വരുന്ന ഏതൊക്കെയാണ് സാമ്പിൾ പോയിൻറ്റ്സ്? ഈ 3 ഹെഡ് വരുന്നതും 2 ഹെഡും ഒരു ടൈൽ വരുന്നതും. ഇത്രയും സാമ്പിൾ പോയിൻറ്റ്സ് ആണ് എഫ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്താണ് ആവശ്യം, പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പി ഓഫ് എഫ് എന്താണ് വരുന്നത്, പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ വരുന്നത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഡിവൈഡഡ് ബൈ പി ഓഫ് എഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പി ഓഫ് എഫിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് എഫ് എന്ന് പറയുന്നത് എൻ ഓഫ് എഫ് ബൈ എൻ ഓഫ് എസ് ആണ്. അതിനകത്ത് എസിനകത്തുള്ള എലമെൻറ്റ്സ് 8 എണ്ണമാണ്. എഫിനകത്തുള്ളത് എന്താണ് 2 എണ്ണം. അപ്പോൾ എന്ത് വരും, നമുക്ക് 1/4 എന്ന് കിട്ടും. പി ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ് 1/4 ആണ്. ഇനി അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, 2 ഹെഡ് ആദ്യം വരണമല്ലേ. അപ്പോൾ എന്താണ് ഇൻ്റർസെക്ഷൻ വരുമ്പോൾ എന്താണ് ഒറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. പി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്, ആകെ ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടാവൂ. അപ്പോൾ അതെന്ത് വരും, അതിൻ്റെ പ്രോബബിലിറ്റി 1/8 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് എന്താണ്, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പി ഓഫ് എഫ് എന്ന് പറയും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും 1/8 ബൈ 1/4 എന്ന് വരും.
ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? നമുക്ക് 1/2 എന്നൊരു ആൻസർ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എന്താണ്? സാമ്പിൾ സ്പേസ് സെയിം ആണ്. P(e)യും P(f) ഒക്കെ തന്നെ ഓപ്ഷനുണ്ട്. നമ്മുടെ ഇവൻറ്റ്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ്, അപ്പോൾ 2 ഹെഡെങ്കിലും ഉള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിനകത്ത് എന്ന് പറയുന്ന ഇവൻറ്റിൽ എന്തൊക്കെ വരും? 3 ഹെഡുള്ള ആ ഒരു സാമ്പിൾ പോയിന്റ് വരും. അതുപോലെ തന്നെ ഇത് വരും, THH എന്നുള്ള ഇത് വരും. അതുപോലെ HHT വരും. ദെൻ HTH വരും. എന്ത് വരും? അടുത്തത് F എന്ന് പറയുമ്പോൾ എന്ത് വരും? F അറ്റ് മോസ്റ്റ് 2 ഹെഡ്സ്, കൂടിയത് 2 ഹെഡാണ്. അല്ലെങ്കിൽ അപ്പോൾ ഈ ഒരു എലമെൻ്റ് ഒഴികെയുള്ള എല്ലാ എലമെൻറ്റ്സും വരും. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 7/8 ആണ് P(f) എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് വരില്ല, ബാക്കി എല്ലാ എലമെൻറ്റ്സും വരും. അപ്പോൾ എന്താ വരും? 3/8 എന്നാണ് പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ 3/8 ഡിവൈഡഡ് ബൈ 7/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് 3/7 എന്ന ആൻസർ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് അറ്റ് മോസ്റ്റ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടിയത് 2 ഹെഡ് എന്നാണ്. അതിനകത്ത് ആ 3 ഹെഡുള്ള ആ ഒരു എലമെൻറ്റ് നമുക്ക് ആവശ്യമില്ല. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി 7/8 ആണ് വരുന്നത്. 7/8 എന്നാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? 4 എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് 3 ഹെഡുള്ള എലമെൻറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 3/8 എന്ന് കിട്ടും. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3/7 ആൻസർ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? അടുത്ത ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? അറ്റ് മോസ്റ്റ് 2 ടൈൽ. അപ്പോൾ അറ്റ് മോസ്റ്റ് 2 ടൈൽ എന്ന് പറയുമ്പോൾ കൂടിയത് 2 ടൈൽ എന്ന് പറയുമ്പോൾ ഈ 3 ടൈലുള്ളത് ഒഴിവാക്കാം. അപ്പോൾ ബാക്കി എല്ലാ എലമെൻറ്റ്സും വരും. അതായത് 7 എലമെൻറ്റ്സും ഇതിനകത്ത് വരും. എന്ന് പറയുന്നതിൽ ഇതിന് F എന്ത് വരുന്നു നോക്കാം. അറ്റ്ലീസ്റ്റ് 1 ടൈൽ, ഒരു ടൈലെങ്കിലും വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്? ഇതിനകത്തല്ലേ ടൈലില്ലാത്തത്? എത്ര ടൈൽ വരെ വേണമെങ്കിലും ആവാം. അപ്പോൾ അതെന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് എല്ലാ എലമെൻറ്റ്സും വരും. പിന്നെ ഇവരുടെ ഇൻ്റർസെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ടീയും, അതായത് 3 ടൈലുള്ളതും 3 ഹെഡുള്ളതും നമുക്ക് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് വരും? ബാക്കി 6 എലമെൻറ്റ്സ് വരും. അത് നമുക്ക് എന്തെന്ന് എഴുതാം? 6/8 എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എന്താണ്? P(of) E ഇൻ്റർസെക്ഷൻ F എന്ന് പറയുന്നത് 6/8 ആണ്. P(of) E ഇൻ്റർസെക്ഷൻ F എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 7 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ P(of) F എന്ന് പറയുന്നത് എന്താണ്? 7/8 ആണ്. അപ്പോൾ 6/8 ബൈ 7/8 എന്ന് പറയുമ്പോൾ എന്ത് വരും? നമുക്ക് ക്യാൻസൽ ചെയ്താൽ 6/7 എന്ന് വരും. P(of E given F) ഇപ്പോൾ എന്താണ്? 6/7 ആണ്. ഇപ്പോൾ ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ 2 കോയിൻ ടോസ്. അപ്പോൾ അടുത്ത സാമ്പിൾ സ്പേസ് വരുന്നത് വേറെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Two coins are tossed once. 2 കോയിൻസ് ഒറ്റ തവണ എന്താണ്? ടോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ടെയിൽ എന്ന് പറയുന്നത് എന്താണ്? 1 കോയിൻ. ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 കോയിൻ. F എന്ന് പറയുന്നത് 1 കോയിൻ ഷോസ് ഹെഡ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിനകത്ത് ഇനി 2 കോയിൻ ആർ ടോസ്ഡ് വൺസ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഇവൻറ്റ്സ് വരുന്നത് ആദ്യത്തെ ചോദ്യത്തിൽ എന്ന് പറയുന്ന ഇവൻറ്റ് ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 കോയിൻ, ഒരു കോയിനിൽ ടെയിൽ അപ്പിയർ ചെയ്യുന്നതും, അതുപോലെ തന്നെ F എന്ന് പറയുന്ന ഇവൻറ്റ് 1 കോയിൻ ഷോസ് ഹെഡ്. അതാണ് F എന്ന് പറയുന്ന ഇവൻറ്റ്. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? P(of E given F) ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? 2 കോയിനാണ് ടോസ് ചെയ്തിട്ടുള്ളത്. 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ
സാമ്പിൾ സ്പേസ് വരുന്നത് എന്തായിരിക്കും? ഒറ്റ തവണ ക്രോസ് പ്രോഡക്റ്റ് കണ്ടാൽ മതി. അപ്പോൾ എന്ത് വരും? ടി ടി എച്ച് ടി ദെൻ ടി എച്ച് ദെൻ എച്ച് എച്ച്. ഇതാണ് എന്ത് ആ ഒരു സാമ്പിൾ സ്പേസ് വരുന്നത്. സാമ്പിൾ സ്പേസ് വരുന്നത്. ഇനി അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് ഇവൻറ്റ്. അപ്പോൾ ഇ എന്ന് പറയുന്ന ഇവൻ്റ് എന്താണ്? ടെയിൽ അപ്പിയേഴ്സ് ഓൺ വൺ കോയിൻ. അപ്പോൾ ഒരു കോയിനിൽ ടെയിൽ അപ്പിയർ ചെയ്യുന്നത് അതേതാണ്? അതായത് ഈ ഒരു സാമ്പിൾ പോയിന്റിൻ്റെ മേലെ എന്താണ്? 2 കോയിനിലും ടെയിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഹെഡാണ്, ഒന്നിൽ ടെയിലാണ്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ടെയിലാണ്, ഒന്നിൽ ഹെഡാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ലും ഹെഡാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എന്ന് പറയുന്നതിൽ വരുന്ന എലമെൻറ്റ്സ് സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എച്ച് ടി അതുപോലെ തന്നെ ടി എച്ചുമാണ്. ദെൻ എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് വരുന്നത് എന്താണ് നോക്കാം. 1 കോയിൻ ഷോസ് ഹെഡ്. അപ്പോൾ ഒരു കോയിൻ ഹെഡ് ഷോ ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എന്താണ്? 2 കോയിനും ഹെഡ് ഷോ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു കോയിൻ ഹെഡ് ഷോ ചെയ്യുന്നത് എന്താണ്? സെയിം തന്നെയാണ് വരുന്നത്. ടി എച്ച് തന്നെയാണ് വരുന്നത്. ഇനി പറഞ്ഞിട്ടുള്ള ഇനി നോക്കേണ്ട എന്താണ്? പി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. ഈ പി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ഡിവൈഡ് ബൈ പി ഓഫ് എന്താണ്? എഫ് ആണ് കാണേണ്ടത്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? സെയിം ഏതെങ്കിലും ഒറ്റ സെറ്റ് നോക്കിയാൽ മതി. നമുക്ക് എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? 2 എലമെൻറ്റ്സ് ആണുള്ളത്. ഇതിന് സാമ്പിൾ സ്പേസിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 2/4 ആണ് വരുന്നത്. ദെൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എഫിനകത്ത് എത്ര എലമെൻറ്റ്സ് ആണുള്ളത്? അതിനകത്ത് 2 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ 2 സാമ്പിൾ സ്പേസിൽ 4 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എത്ര വരും? 2/2 എന്ന് പറയുമ്പോൾ 1 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? നോ ടെയിൽ അപ്പിയേഴ്സ്, നോ ഹെഡ് അപ്പിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇ എന്ന് പറയുന്ന ഇവൻറ്റും എഫ് എന്ന് പറയുന്ന ഇവൻറ്റും എന്തായിരിക്കും എന്ന് നോക്കാം. ഇതിനകത്ത് ഇ എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ടെയിൽ അപ്പിയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് ടെയിലുണ്ട്, ഇതിനകത്ത് ടെയിലുണ്ട്, ഇതിനകത്ത് 2 ടെയിലുണ്ട്. അപ്പോൾ ഇതാണ് ടെയിൽ ഇല്ലാത്ത സാമ്പിൾ പോയിൻ്റ് ആയിട്ട് വരുന്നത് എച്ച് എച്ച് എന്ന് പറയുന്നത്. ഇതിന് എഫ് എന്ന് പറയുന്നത് എന്താണ്? നോ ഹെഡ് അപ്പിയേഴ്സ്. അപ്പോൾ ഹെഡ് ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഹെഡില്ല, ഇവിടെ ഹെഡുണ്ട്, ഇവിടെ ഹെഡുണ്ട്, ഇവിടെ 2 ഹെഡുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു സാമ്പിൾ പോയിന്റ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം. ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? 5 ആയിരിക്കും. ദെൻ പി ഓഫ് 5 എന്ന് പറയുമ്പോൾ എന്താണ്? 0/4 എന്തെന്ന് വരും? 4 എന്ന് വരും. അതെന്താണ്? അത് 0 എന്ന് തന്നെയാണ്. സോ എന്താണ് ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്? എന്താണ്? 0 ആണ്. ഇതിൻ്റെ ആൻസർ 0 എന്നാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. അടുത്തത് എ ഡൈ ഈസ് ത്രോൺ 3 ടൈംസ്. അപ്പോൾ എന്താണ്? ഒരു ഡൈ 3 തവണ ത്രോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇ എന്ന് പറയുന്ന ഇവൻ്റ് 4 അപ്പിയേഴ്സ് ഓൺ ദ 3rd ടോസ്. പിന്നെ എഫ് എന്ന് പറയുന്നത് 6 and 5 അപ്പിയേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓൺ ഫസ്റ്റ് ആൻഡ് 2 ടോസസ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ സാമ്പിൾ സ്പേസ് എങ്ങനെ വരുന്നതെന്ന്. അപ്പോൾ നമുക്കെന്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പിൾ സ്പേസ് എഴുതുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 216 എലമെൻറ്റ്സ് വരും. എന്താണ്? ഒരു ഡൈ എടുത്ത് 3 തവണ ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എഴുതുകയാണെന്ന് പറയണതിന് ബുദ്ധിമുട്ടാണ്. അത്രയും സാമ്പിൾ പോയിൻറ്റ്സ് എഴുതിണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സാമ്പിൾ പോയിൻറ്റ്സ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. 1 1 1 ഫസ്റ്റ് വരും. അതുപോലെ തന്നെ 1 2 1 എന്ന് വരും. അങ്ങനെ പോയോണ്ടിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഇ എന്ന് പറയുന്നത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? 4 അപ്പിയേഴ്സ് ഓൺ ദ 3rd ടോസ്. 3rd ടോസിൽ 4 അപ്പിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അങ്ങനത്തെ 36 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. 36/216 ആയിരിക്കും ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 1 4 എന്ന് വരാം. അതുപോലെ തന്നെ എത്രയാ? അപ്പോൾ നമുക്കെന്താണ് ഈ അവസാനം അപ്പോൾ എന്താണ്? 3rd ടോസിൽ 4 അപ്പിയർ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്താണ്? 36 എലമെൻറ്റ്സ് വരും. ദെൻ എഫ് എന്ന് പറയുന്നത് എന്താണ്? 6 അപ്പിയേഴ്സ്, അതായത് 6 and 5 അപ്പിയേഴ്സ് റെസ്പെക്റ്റീവ്ലി ഓൺ ദി ഫസ്റ്റ് 2 ടോസസ്. അപ്പോൾ 6 5
65 എന്ന് പറയുന്ന എന്താണ് നമ്പേഴ്സ് വരുന്നത്. ആദ്യത്തെ 2 ടോസിലാകുമ്പോൾ അതായത് ഇതുപോലെ വരണം. അടുത്ത ഒരു നമ്പറും കൂടി ഉണ്ടാവും, അത് 1 ആവാം 2 ആവാം, ഏത് നമ്പറെങ്കിലും ആവും. അപ്പോൾ ഇതുപോലത്തെ എത്ര എലമെൻറ്റ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ആകെ 6 എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. ഇനി ഇവരുടെ ഇൻ്റർസെക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ഇപ്പോൾ നമുക്കെന്താണ് 6 5 വേണം, അത് കഴിഞ്ഞ് 4 വേണം. അപ്പോൾ അങ്ങനത്തെ ഒറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. 1 ഡിവൈഡഡ് ബൈ, അതായത് ഇൻ്റർസെക്ഷനിലാകെ ഒറ്റ എലമെൻറ്റേ ഉണ്ടാവുള്ളൂ. ദെൻ എഫിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഫ് എന്താണ്, എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് 6 തവണ ഒക്കർ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1/6 അതാണ് എന്ത് പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു എന്താണ് ഇപ്പോൾ ഇതൊന്ന് എഴുതി നോക്കിയാൽ മതി ഒറ്റ തവണ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.